നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം എവിടെയാണെന്ന ചോദ്യം ഇനി എവിടെ കേട്ടാലും ഉത്തരം പറയാൻ മറ്റൊന്നാലോചിക്കേണ്ട. അത് ഇന്ത്യയിലാണ്. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലാണ് മോഡേൺ ആർക്കിടെക്ചർ വിസ്മയങ്ങളിൽ ഒന്നായ ഈ റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്നത്. ചെനാബ് റെയിൽവേ പാലം എന്നാണ് ഇതറിയപ്പെടുന്നത്. ലോക പ്രശസ്തമായ പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ ഉയര കൂടുതൽ ചെനാബ് പാലത്തിനുണ്ട്. അതിനാൽ തന്നെ ഈ പാലത്തിന്റെ സാക്ഷാത്കാരത്തിലൂടെ ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലെത്തിയെന്ന് അക്ഷരാർത്ഥത്തിൽ പറയുവാൻ സാധിക്കും. ഇന്ത്യൻ റെയിൽവേയുടെ കണക്കുപ്രകാരം 1486 കോടി രൂപ ചിലവിട്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ചെനാബ് പാലം ബ്ലാസ്റ്റ് പ്രൂഫായാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനാൽ വൻ സ്ഫോടനങ്ങളെയും റിക്ടർ സ്കെയിലിൽ 8 വരെ തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂകമ്പങ്ങളെയും ചെറുക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സാധ്യതയുള്ള ദുരന്തങ്ങൾ മുന്നിൽ കണ്ട് നിർമ്മിച്ചിരിക്കുന്നതിനാൽ ഘടനാപരമായ സമഗ്രത ഈ പാലത്തിന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മണിക്കൂറിൽ 266 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനെ പ്രതിരോധിക്കാൻ ഈ പാലത്തിനാകും. രാജ്യത്തിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ ഈ റെയിൽവേ പാലം ചെനാബ് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നദിയിൽ നിന്നും 359 മീറ്റർ, അതായത് 1179 അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറെ വെല്ലുവിളി നിറഞ്ഞ ഹിമാലയൻ ഭൂപ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലത്തിന് 1315 മീറ്റർ അഥവാ 1.3 കിലോമീറ്റർ നീളമാണുള്ളത്. ഈ പാലം കാശ്മീർ റെയിൽവേ പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. ഗത്ര മുതൽ ബനിഹാൽ വരെയാണ് ഈ പദ്ധതി പ്രദേശം. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി 111 കിലോമീറ്റർ വരുന്ന റെയിൽവേ പ്രൊജക്ടുകളിലെ നിർണായക പദ്ധതികളിൽ ഒന്നാണ് ചെനാബ് പാലം. കാശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഈ കമാന റെയിൽ പാലത്തിൽ 17 സ്പാനുകളാണുള്ളത്. ഇതിന്റെ പ്രധാന കമാനത്തിന് 467 മീറ്റർ നീളമുണ്ട്. ഈ പാലത്തിൽ 93 ഡെക്ക് സെഗ്മെന്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഓരോന്നിനും ഏകദേശം 85 ടൺ ഭാരമാണുള്ളത്. മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ വേഗതയുള്ള ട്രെയിനുകളെ താങ്ങാനുള്ള ശേഷി ഈ പാലത്തിനുണ്ട്. 120 വർഷത്തെ ആയുസാണ് ഈ പാലത്തിന് കണക്കാക്കുന്നത്. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലൈൻ അഥവാ USBRL പദ്ധതിയുടെ ഭാഗമായി 2002 ചെനാബ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പാലത്തിന്റെ കമാന നിർമ്മാണ പൂർത്തീകരണം 2021 ഏപ്രിലിൽ പൂർത്തിയായി. 2022 ഓഗസ്റ്റോടെ പാലത്തിന്റെ മൊത്തത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. തുടർന്ന് 2023 മാർച്ചിൽ ട്രാക്ക് സ്ഥാപിക്കുന്ന ജോലികളും പൂർത്തിയായി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നിവയുടെ സംയുക്ത മേൽനോട്ടത്തിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ഏറ്റെടുത്ത ചെനാബ് പാലം പദ്ധതി ദുഷ്കരമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയും കാരണം നിരവധി കാലതാമസം നേരിട്ടു. പാലത്തിന്റെ ഉരുക്ക് കമാനങ്ങൾക്ക് പർവ്വത ചെരിവുകളുടെ വിപുലമായ സ്ഥിരത ആവശ്യമാണ്. അതിനാൽ തന്നെ ഈ ജോലി വളരെ സങ്കീർണമായിരുന്നു. അടുത്തിടെ ചെനാബ് റെയിൽവേ പാലത്തിൽ സുരക്ഷാ ഏജൻസികൾ മോക്ക് ഡ്രിൽ നടത്തിയിരുന്നു. റിയാസിയിലെ ജില്ലാ പോലീസും വിവിധ സുരക്ഷാ ഏജൻസികളും ചേർന്ന് ഈ പാലത്തിൽ 2 മണിക്കൂറിലധികം നീണ്ടുനിന്ന മോക്ക് ഡ്രില്ലാണ് വിജയകരമായി നടത്തിയത്. മൊത്തം 7 സുരക്ഷാ ഏജൻസികൾ ഈ ഡ്രില്ലിൽ പങ്കെടുത്തു. പോലീസ്, സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, ജനറൽ റെയിൽവേ പോലീസ് എന്നീ സുരക്ഷാ സേനകളാണ് മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തത്. വാർത്തയുടെ നിറം തേടി തനിനിറം.